ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ദിവസമാണ് ഇന്ന്. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ പോലും ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല. പക്ഷേ ഒരു ടാക്സിക്കകത്തിരുന്ന് ഞാൻ അത്രമാത്രം ഇന്ന് ടെൻഷൻ അടിച്ചു. അപ്പോൾ ആ കാഴ്ച എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഞാനിപ്പോൾ ഓൾറെഡി തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായ ദുഷാൻബേ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയ കാര്യങ്ങളും ഇവിടുത്തെ എത്തിയ കഥകളും മറ്റും മറിച്ചതൊക്കെയാണ് നിങ്ങളപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പോണത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. വന്നതേ കണ്ടത് മുച്ചുവാണ്, കണ്ടില്ലേ? ഇത് വന്ന് ഇടിക്കുവാണ് ക്ലാസ്സിൽ. ഇതാ ഇവിടുത്തെ കുഴപ്പം. ഇതാണ്, ഇങ്ങനെ അള്ളിപ്പറയാണ് ഗൈസ്. എന്താ പറയാനുള്ളത്, ഇന്നലെ മുതൽ ഇത് തന്നെ അവസ്ഥ. പിന്നെ നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെടുക്കാനല്ലേ പറ്റൂ. എന്തായാലും നോക്കാം. വേണ്ട, ഡോറൊക്കെ തുറന്ന ഒരാൾ രാജകീയ സ്വീകരണമാണ്. നമ്മൾ വരുമ്പോൾ രാജകീയമായിട്ടാണ് കാണുന്നത് കേട്ടോ. Dushanbe? No, Dushanbe. No. Dushanbe എവിടെ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഡിക്കി ഓപ്പൺ. ദുഷാംബെ എന്ന് പറഞ്ഞ മൊച്ചുവാണ് കേസ്. നോ ബ്ലോഗർ, then go bro, go back. Okay, ക്യാമറ വേണമെങ്കിൽ അവിടെ മാറിയില്ലേ, അല്ലാതെ ഞാൻ എന്താ പറയുന്നത്. നോ ദുഷാംബെ ബ്രോ, ഐ ആം ഗോയിങ്. വാട്ട് ഈസ് മറന്നുപോയി സ്ഥലം ഏതാണെന്ന് നോക്കട്ടെ. ഹിയർ ഫുഡ് കഴിക്കാനെങ്കിലും വിറ എന്നെ ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ വിടാൻ നോക്കട്ടെ. Dushanbe. I'm going to eat food. Food. No. Dushanbe. Food. Guys, ഇവിടെ മൊത്തം ടാക്സിക്കാരാണ് കേട്ടോ. ഒരു രക്ഷയില്ല. വിമാനം മിക്കാറും ഒന്നെങ്കിൽ താങ്ക് യു ഉമ്മയൊക്കെ തരുന്നു കേട്ടോ. അമ്മച്ചി ഉമ്മയൊക്കെ തരുന്നു. താങ്ക് യു അമ്മച്ചി. എൻ്റെ പൊന്നോ, ഇതൊരു വല്ലാത്ത സ്ഥലം തന്നെ കഴിച്ചു. എൻ്റെ പൊന്നെ, ഇവിടെ ഒന്ന് ഇറങ്ങണ്ടായിരുന്നു. ഏത് നേരത്താണെന്ന് തോന്നുന്നു ഇറങ്ങാൻ തോന്നിയത്. വീഡിയോ കുറെ ആൾക്കാർ വീഡിയോ ഒളിച്ചു കൊടുന്ന്, കുറെ ആൾക്കാർക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടം. ഇവിടെ എന്തോ പൊരിക്കുന്നുണ്ടോ, സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊരിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ഹോട്ടലാണ് കേട്ടോ. ഗൈസ്, ഇവിടെ ഇതേപോലെ ഒരുപാട് ബസ്സുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ദുഷാൻബേയിലേക്കാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ദുഷാൻബേ ബൊളീത്ത എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോണ ബസ്സാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒന്നുകൂടി ഒന്ന് അരിച്ചു പറക്കട്ടെ. ദുഷാൻബേ ബസ് സുങ്കാലി ഇന്ത്യ. ഗൈസ്, നന്നായിട്ട് സ്നോഫോൾ വീഴുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളി ഗൈസ്, അടിപൊളി. ഇത് നന്നായിട്ട് വീഴുന്നുണ്ട് സ്നോഫോള്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. നല്ല രസമുണ്ട്. മരത്തിൽ നിന്നൊക്കെ തലയിലൊക്കെ നല്ല രീതിയിൽ സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, ടാക്സിയിലാണെങ്കിൽ ഇന്ന് എൻ്റെ ഊപ്പാട് ഇളവുന്നാണ് ഞാൻ തോന്നുന്നത്. ഗൈസ്, ഇതേ കണ്ടില്ലേ, അത് എൻ്റെ തലയിലൊക്കെ വീണുണ്ടോ? അത് അടിപൊളി കേട്ടോ, സ്നോഫോളാണ് കേട്ടോ. പക്ഷെ ഇത് കാണാനേ ഉള്ളൂ കേട്ടോ രസം. ഇവിടെ അനുഭവിക്കുമ്പോൾ നല്ല പാടാണ്, ജാക്കറ്റൊന്നും ഇല്ലെങ്കിൽ. നല്ല തണുപ്പാണ്, വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഈ അമ്മച്ചി എടുത്ത് ചോദിച്ചു നോക്കാം റഷ്യൻ ലാംഗ്വേജിൽ. ദുഷാൻബേയിലേക്ക് പോകാൻ ബസ് ഉണ്ടോ എന്നുള്ളത് അമ്മച്ചി എടുത്ത് ചോദിച്ചു നോക്കാം. ഐ വാണ്ട് ടു ഗോ ടു ദുഷാൻബേ. ഈസ് ദെയർ എനി ബസ്സസ് അവൈലബിൾ ഫ്രം ഹിയർ? ഐ ഡോണ്ട് വാണ്ട് ടാക്സി. റഷ്യൻ അമ്മച്ചിയൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ അമ്മച്ചി. ഇതായത് ചേടാ, can you check this? എന്താടാ ഇവനൊന്നും വായിച്ചു പോലും തരുന്നില്ലല്ലോ. റഷ്യൻ റഷ്യൻ ട്രാൻസ്ലേറ്റ്. Здравствуйте, я хочу поехать в Душанбе. Отсюда есть автобус, я не хочу. Такси? No taxi. Автобус, no. No bus? Small bus, no? ഇവിടെ എൻ്റെ ലഗേജൊക്കെ അവിടെ ഇരിക്കുക. അള്ളിക്കൊണ്ട് പോവാ, ഒന്നും അറിയാൻ വയ്യല്ലോ. ലഗേജ് ഇവിടെ ഉണ്ട്. പിന്നെ ആൻഡ്രേക്കിന് ആരും കൊണ്ടുപോകാനാ. നോർമലി ഹൗ മച്ച് ഫോർ ടാക്സി ഹിയർ ടു ദുഷാൻബേ? ക്യാൻ യു ടെൽ? 150 നോർമലി. ഓക്കെ, 150. താങ്ക് യു 150 സൊമോനി, വിമാര സൊമോനിയാണ്.
ഊറ്റലാണ് കൈസ് ഇവിടെ കേട്ടോ. ഊറ്റൽ 150 സൊമോനി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 1000 രൂപയായെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ 150 അല്ല, ഇവന്മാരിപ്പോൾ എത്ര പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കിയോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 150 എന്ന് പറയുമ്പോൾ $13 1137 രൂപയാണ് കേട്ടോ. ഇവന്മാർ എത്ര പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരു രക്ഷയില്ല. അതേ സ്നോഫോൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട്, ഭയങ്കര സ്നോഫോളാണ്, അടിപൊളി കേട്ടോ. ഹായ് ബ്രോ, ഹായ് ഹായ്. ഭയങ്കര സ്നോഫോൾ ആയിട്ടുണ്ട്, ദേ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ടാക്സി തന്നെ ചോദിക്കാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടൽ റേറ്റും എല്ലാം കൊണ്ട് നമുക്ക് എന്തായാലും പറ്റില്ല. കാരണം സ്നോഫോളാണ്, ഇതേ നല്ല സ്നോസ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് വേറെ ഒന്നും ഇനി ചെയ്യാനില്ല, കിട്ടുന്ന ടാക്സി എടുക്കുക പോവുക എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ടാക്സി എടുക്കാൻ പോവാണ്. ദേ മാൻഡ്രേക്ക് 2 ഇവിടെ ഉണ്ട്, 2ൻ്റെയും മേലിൽ സ്നോഫോൾ നന്നായിട്ട് വീഴുന്നുണ്ട്, കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പൊന്നു മച്ചാനെ വാ. 150 അവർ പറഞ്ഞത്. നിങ്ങൾ നോക്കിയോ ഇവന്മാർ എത്ര പറയുന്നതെന്നുള്ള. ക്യാമറ ഇവന്മാർ ഇടിയാവുന്ന തോന്നുന്നു ഞാനായിട്ട്, ക്യാമറ ആയിട്ട് കിടക്കുന്നുണ്ട്. ദുഷാംബെ ഹൗ മച്ച്? Som. Taxi Dushanbe, haydi taxi Dushanbe. Oh money. പുള്ളി കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഷൂളോടിയാണ്. Подожди, ё-моё. Подожди. Или вот так, или вот так. 150. Да. Dushanbe, hey! ദുഷാംബെ കുറച്ച്. Taksi, Dushanbe. Önce. Dushanbe. ഇവിടെ മൊത്തം ദുഷാംബെയാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, എല്ലാ ദുഷാംബെ ടാക്സിക്കാരാണ്. നല്ല തണുപ്പ് കഴിച്ചു, ഒരു രക്ഷയില്ല. ഈ ദുഷാംബെ എന്ന് പറയുന്നത് കുറച്ച് ഹൈ റേഞ്ച് ആണെന്നാ പറയുന്നത് കേട്ടോ. ഇപ്പൊ ആർക്കും വേണ്ട, എന്നെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു കേസ് ഇപ്പോ. ദുഷാംബെ കുറച്ചോനെ BMW. Bro, how much som? How much som? Нормальный сон. Normally som? What problem, man? Bro, I want to go to Dushanbe. Dushanbe, but now no is taxi, right? I want to go also. I have car, but I don't know. You are going to about, Dushanbe? I don't know how about road. Okay, oh, the Because snowfall. yesterday we come from there. Okay. There is like 2 meters. 2 meters. Okay. Snow. Okay. Yeah, in the road. Snow, yeah. So. What we do? What we do? Tomorrow. Tomorrow? ഗൈസ് പെട്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. ദുഷാൻബെ എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ച് ആണ് ഏരിയ. അപ്പോൾ ഈ ഒരു സ്നോഫോളിൽ പോകാൻ പറ്റില്ല ടാക്സി വണ്ടികൾക്ക്. ഇത് അത്ര പ്രകടമായല്ല, എത്ര പാടുള്ളൊരു സ്ഥലമാണ് കേട്ടോ റോഡ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ തിരിച്ചു പോകേണ്ടി വരും. അത്യാവശ്യം നല്ല സ്നോഫോളാണ്. സോ വി ഹാവ് ടു ഗോ ബാക്ക് ഗൈസ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ, മറ്റൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ പെട്ടു കേട്ടോ, സ്നോഫോൾ വന്നു, നമ്മൾ പെട്ടു. ഈസ് ഇറ്റ് പോസിബിൾ ടു ഗോ ദുഷാൻബെ ഇൻ ദിസ് സിറ്റുവേഷൻ? Dushanbe, സ്നോ പ്രോബ്ലം? No problem. Very good. Mountain. Good. Rafting. ഉറപ്പ് തന്നെ? Let's go. ഉറപ്പ് തന്നെ? Rafting. ഓക്കെ Okay. Was a super. ഗൈസ് പുള്ളി പറയുന്നത് പോവാന്നാണ്. ബട്ട് സംബഡി ടെൽ ദ റോഡ് വാസ് ക്ലോസ്ഡ്. Pakistan, ne? India? India. Somebody tell road was closed. Sen üstü. Normalde дорога, Normalnie. Rafting. ഒരു BMW ഒന്നായിരുന്നു, അതിൽ കയറി പോയാൽ Normalnie Rafting. Taxi mo Rafting. ടാക്സി പോകുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് നമ്മൾ പോവാണ്. നിങ്ങൾ കണ്ടല്ലോ. ഇനി ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാം. പടച്ചോനെ നല്ല സ്നോഫോളും ഉണ്ട്. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു ഗൈസ്. നമ്മൾ പുള്ളിയുടെ അവിടെ പോവാണ് കേട്ടോ.
ഓക്കെ ഓക്കെ ഗായ്സ്. എൻ്റെ പൊന്നു ഇവിടെ ഒരു അടി പോകണം തന്നെ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ബാഗിലാണ് നമ്മൾ ദുഷാൻബെ 150 രൂപയാണ് പറഞ്ഞത്. 150 രൂപയ്ക്ക് നമ്മൾ ഏത് വണ്ടിയിലാണ് പോകുന്നതെന്ന് നോക്കാം. ഒരു പിടുത്തവും ഇല്ല ഗൈസ്, കാരണം അമ്മാതിരി സ്നോഫോളാണ്. ഇതേ നിങ്ങൾ കാണാം, ഈ സ്നോഫോളിൽ എന്താവും ഏതാവും ഒരു പിടുത്തമില്ല. അത് ഈ വണ്ടിയിലാണ് പോണത്. ഇതിനകത്ത് ഓൾറെഡി ലഗേജ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, മറ്റുള്ള ആരുടെയൊക്കെയോ. വേറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്, അസ്സലാമു അലൈക്കും. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടർഫുൾ എക്സ്പീരിയൻസ് മാൻ, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. ഇതിനകത്ത് കോഴിയാണ് കേട്ടോ. അത് കോഴിയെ പാക്കറ്റിലാക്കി, നല്ല ഫ്രഷ് കോഴി, അത് ജീവനുള്ള കോഴിയെ പാക്കറ്റിലാക്കി കൊണ്ടുപോവാണ്. നമ്മൾ ലഗേജ് കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് ഏകദേശം 250-200 കിലോമീറ്റർ ഉണ്ട് ദുഷാൻബേയിലേക്ക് കേട്ടോ. 150 രൂപ അവർ വാങ്ങിച്ചുള്ളൂ. ഇന്നലെ ആ ബോർഡറിൽ നിന്ന് 60 കിലോമീറ്റർ വരാൻ വേണ്ടിയിട്ട് എൻ്റെ നിന്ന് വാങ്ങിച്ചത് 180 രൂപയാണ്. സോ കെയർഫുൾ ഗൈസ്. ഇവിടെ നല്ല രീതിയിൽ ഊറ്റും. നമ്മളെ ഊറ്റെന്ന് പറഞ്ഞാൽ തജിക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ ഊറ്റി വെളുപ്പിക്കും നമ്മളെ. അത് നോക്കി മാത്രമേ നിങ്ങൾ വരുന്നവർ ടാക്സി എടുക്കാവോ ഒക്കെ ചെയ്യാവൂ കേട്ടോ. इंडिया इंडिया हाँ इंडिया माशाल्लाह 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 ഹായ് ഹായ്. ഇത് 2 ക്യൂട്ട് പിള്ളേർ പോകുന്നുണ്ടോ ഗൈസ്? ഹായ്. എൻ്റെ പൊന്നു എന്ത് സ്നോഫോളാണിത്. ഈ ജാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളിത് പെട്ടുപോയേനെ കേട്ടോ. അത് അമ്മാതിരി സ്നോഫോളാണ്. ബാഗിലൊക്കെ നോക്കി നമ്മൾ ബാഗ് കയറ്റിയിട്ടുണ്ട്. ബ്രോ ക്യാൻ യു ദിസ് വൺ ഓൾസോ? ദിസ് വൺ ഓക്കെ, താങ്ക് യു ഗൈസ്. എനിക്ക് തോന്നുന്നു ഇനി ആൾക്കാരെ എടുക്കാൻ വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം ജീപ്പിനകത്ത് ഇരിക്കുകയാണ്. ഈ സ്നോയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ നല്ല രസമായിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡാവും. നല്ല തണുപ്പ്, ഭയങ്കര രസമുണ്ട്, അതേപോലെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് നൈസിന് ഇങ്ങോട്ട് ഇവിടെ ഒരു ഒതുങ്ങി കയറി നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ദുഷാൻബെ എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. പക്ഷേ ഒരു BMW ഒന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. ആളോടെ കയറിയതായിരുന്നു. പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ റോഡ് ക്ലോസ് ആയിരിക്കും എന്നൊക്കെ പുള്ളി പറയുന്നു ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ. അല്ലെങ്കിൽ BMW ഇരുന്ന് നൈസിനൊക്കെ പോകുമായിരുന്നു കേട്ടോ. പുള്ളി പോവുകയും ചെയ്തു. കോഫി ഹോട്ട് ഡോഗ് ഒക്കെ കൊടുക്കുന്നൊരു കടയാണ് കേട്ടോ. ചെറിയൊരു പെട്ടിക്കട, അടിപൊളി. നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് കയറിയിരിക്കാം, തൽക്കാലം കര പറ്റാം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. തൽക്കാലം ഞാൻ കര പറ്റിയിട്ടുണ്ട് കൈ. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി. വെരി നൈസ് ഗൈസ്, വെരി നൈസ് ഗൈസ്. അങ്ങനെ നമ്മളിതാ കൊടൂരമായ ഒരു ടാക്സി യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മൾ 3 പേര് ബാക്കിലും 2 പേര് ഫ്രണ്ടിലുമാണ് കേട്ടോ. ഒരു പുള്ളിക്കാരനും ഒരു മറ്റേ നിങ്ങൾ കണ്ട ആൾ തന്നെ പുള്ളി ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഞാൻ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്നെ ഇരുത്തിയില്ല ഗൈസ്. എന്തോ ചെയ്യാനാ. ഇവിടെ ആണെങ്കിൽ ഹെവി സ്നോഫാളും അതനുസരിച്ച് റെയിനും ഉണ്ട് കേട്ടോ, മഴയും ഉണ്ട് കേട്ടോ. റെയിൻ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷൊക്കെ വരുന്നത് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇച്ചിരി എന്താ പറയുക, ഒരു റോഡ് കുറച്ച് ഹൈ റേഞ്ച് ആണെന്നാണ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴും ഇവർ പറയുന്നത് കേട്ടിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സ്നോഫോൾസിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്, പോകുന്നതും വരുന്നതൊക്കെ. എന്താവും അറിയില്ല. അവിടെ 1-2 പേര് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞ് പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുള്ളിയുടെ കൊടുത്താണെങ്കിൽ നൈസിന് നിങ്ങൾക്ക് ഒരു കാഴ്ചകൾ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പുള്ളിക്കാരൻ വീണ്ടും അവിടെ ഏതോ ഒരാളെ പോയി പിടിക്കാൻ പോവാണ് കേട്ടോ. മൊച്ചുന്ന ആളെ ഇങ്ങനെ മൊച്ചിക്ക് എന്നിട്ട് മാലത്തോന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സി കയറ്റുള്ള ഒരു അടി. ഒരാൾ പാവപ്പെട്ട ഏതോ ഒരു വെച്ച് സാധനവും വാങ്ങിച്ചോണ്ട് പോവായിരുന്നു കേട്ടോ. അത് തൂക്കിയെടുത്ത് കയറ്റാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ടാക്സി കോമഡിയാണ്. എൻ്റെ പൊന്നു അതാ കിട്ടുന്നത്. കാണിച്ചു തരാം. അത് തുറന്നു. എന്റെ സീറ്റൊക്കെ മാറ്റി കണ്ടിട്ട് വലിച്ചു ഓടിച്ച് ഓക്കെ. ഒരാളെ ബാക്കിലോട്ട് ഇരുത്തു കേട്ടോ. എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ ക്യാമറ ഓൺ ആക്കുന്നതിന്. ഒരാളെ ബാക്കിലാക്കി കണ്ടില്ലേ? ഓക്കെ ഓക്കെ. ആ കണ്ടില്ലേ നിങ്ങൾ? ഒരുത്തം പാവം ഒരു സഞ്ചിയും പിടിച്ച് പോവുമായിരുന്നു കേട്ടോ. ശരിയായിട്ട്
ആളെ എടുത്തിരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. നമ്മളെ കൂടെ ഇരുന്ന ആളെ ബാക്കിലോട്ടാക്കി, എന്നിട്ട് ഇപ്പോൾ വന്ന ആളെ ഫ്രണ്ടിലോട്ട് കാരണം മാക്സിമം ആളുണ്ടെങ്കിലല്ലേ ഇവർക്ക് ബെനിഫിറ്റ് പോകാനായിട്ട് ആ റൂട്ടിലേക്ക്. ഇപ്പോൾ ഇതിൽ 1, 2, 3, 5 പേര് കേട്ടോ. വണ്ടി ഫുള്ളായി പോവാണ് കേട്ടോ. با ما گفت که اکتا آدم تو تیمان گیرم تو گفته بودی من با دوتا گفتنم ده کار می بای ഹായ് പറഞ്ഞു, ബായ് പറഞ്ഞു. പുള്ളിയാണ് കേട്ടോ ഇപ്പോൾ കൈയോടെ പോയി പൊക്കി കയറ്റി വണ്ടിക്കകത്ത്. വണ്ടി ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ അതേപോലെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാം കേട്ടോ. ഇതൊരു പെട്രോൾ പമ്പാണ്, അത് കണ്ടില്ലേ. ഇവിടെ പെട്രോളിൻ്റെ വില എത്ര രൂപ ഞാൻ പറഞ്ഞുതരാം. പെട്രോൾ എത്ര 43 അറിയാൻ വയ്യാട്ടോ, അത് എങ്ങനെയാണ് കാണിക്കുന്നത്. അല്ല 6.60 11 രൂപയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. പെട്രോൾ 1 ലിറ്റർ സോം 1 liter Som. dollar это будет так. സോം Som. തജിക്കിസ്ഥാൻ സോം Таджикский сом. 1 ലിറ്റർ 1 ലിറ്റർ 92 вот. 92. 95 95 Так. 10 this one Вот. ഓക്കെ അവിടെ ഉണ്ടല്ലോ പറഞ്ഞ എനിക്ക് റേറ്റ് 10.40 10 രൂപ കേട്ടോ. നമ്മളെ നാട്ടിലെ 70 രൂപയാണ് ഇവിടെ 1 ലിറ്റർ പെട്രോളിന് വരുന്ന റേറ്റ്. നമ്മളെ നാട്ടിലെ 70 രൂപ കേട്ടോ. നമ്മളെ ഡ്രൈവർ വന്ന് പുഴുത്ത ചീത്ത വിളിക്കുന്ന നമുക്ക് കയറട്ടെ. ഓക്കെ 5 മണിക്കൂറാണ് കേസ്. 5 മണിക്കൂർ ട്രാവൽ ടൈം കേട്ടോ. ഞാനൊരു 2-3 മണിക്കൂറിൽ എത്തുമെന്ന് വിചാരിച്ചാണ്. 5 മണിക്കൂർ എടുക്കും കുജാന്ത് നിന്ന് ദുഷാൻബെ എത്താൻ. റോഡൊക്കെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ഉള്ള റോഡാണ്. സംഭവം നൈസായിരിക്കും. നല്ല സ്നോഫോൾ ഉണ്ട്. പിന്നെ ടാക്സിക്കാരനാണെങ്കിൽ കത്തിച്ച് വിടുക കേട്ടോ. നല്ല സ്പീഡാണ്. ഇവിടെ ടാക്സി ഇരിക്കാൻ കുറച്ച് മനക്കട്ടിയൊക്കെ വേണം കേട്ടോ. സ്നോഫാളാണോ മഴയാണോന്നൊന്നും അവർക്കറിയണ്ട. വിട്ടു പൊക്കോണ്ടിരിക്കുക കേട്ടോ. നൈസ് പോക്ക്. എന്താണെങ്കിലും ഞാനിങ്ങനെ ഇരിക്കുക ഊതി എന്താണെങ്കിലും നോക്കാം. 5 മണിക്കൂറാണ് കേസ്. 5 മണിക്കൂർ ട്രാവൽ ടൈം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഈ ടോയ്ലറ്റിലേക്ക് നിർത്തിയതാണ്. റോഡൊക്കെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ഉള്ള റോഡാണ്. നല്ല സ്നോഫോൾ ഉണ്ട്. ലൊക്കേഷൻ കണ്ടോ നിങ്ങളിത് ഫുള്ള് സ്നോഫോൾ ആണ്. ഫുള്ള് മഞ്ഞുമാണ് കേട്ടോ. അടിപൊളി കേട്ടോ. നമ്മളിപ്പം ദുഷ്ബാന്തയിലേക്കുള്ള യാത്രയിലാണ്. അതിന്റെ നടുവിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്ന. അടിപൊളി, ഒരു രക്ഷയില്ല. ഫുള്ള് മഞ്ഞാണ് കേട്ടോ. സ്നോഫോൾ എന്ന് വെച്ചാൽ ഹെവി സ്നോഫോൾ. ദുഷാംബെ എത്തിയിട്ട് കാണാം. രക്ഷയില്ല, അടിപൊളി. എന്തായാലും ഇനിയിപ്പോൾ രാത്രിയാവും ദുഷാംബെ. ഒരു 7:30 മണി 8 മണിയൊക്കെ ആവും. ഇപ്പം 3:30 ആയിട്ട് കേട്ടോ. ഹൗ മച്ച്? 1 ഒരു ഒന്നിട്ട് ഞാനങ്ങനെ വണ്ടിയിൽ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി ഗൈസ്. ചെറുതായിട്ടൊന്നിരുന്ന് ഉറങ്ങി. വണ്ടിയാണെങ്കിൽ നല്ല സ്പീഡാണ് കേട്ടോ. കത്തിച്ച് വിട് പാപ്പാന്ന് പറയുന്ന പോലെ കത്തിച്ച് വിടുവാണ്. എൻ്റെ പൊന്നെ, അതേ അവിടെ പട്ടികളൊക്കെ നോക്കി. സീൻ പട്ടികൾ കിട്ടില്ല കേട്ടോ. എന്ത് ലൊക്കേഷനാണിത് എൻ്റെ പൊന്നെ. തജിക്കിസ്ഥാൻ ഒരു രക്ഷയില്ല. അതേ സ്നോഫോളും കൂടി ആയപ്പോഴത്തേക്കും വേറെ ലെവൽ കേട്ടോ. അതേ അടിപൊളിയാണ് കേട്ടോ ഗൈസ് ഈ ലൊക്കേഷൻ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. കിടില ലൊക്കേഷൻ. പട്ടി സീനാണ് കേട്ടോ. അത്യാവശ്യം നല്ല മുറ്റു പട്ടികൾ. അതെ കണ്ടോ, അത് സീനാണ്. കൊള്ളാം. ഒരു സോമാണ് കേട്ടോ മൂത്രമൊഴിക്കാൻ ചോദിച്ചത്. ഇവിടെ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. എന്താ മോനെ ലൊക്കേഷൻ. എൻ്റെ പൊന്നെ, നമ്മളില്ല സീരീസ് ഇല്ലേ, എന്തായിരുന്നു അതിൻ്റെ പേര്? അല്ല, നമ്മൾ ഈ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണത്തില്ലേ, ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ ഇല്ലേ, അതേപോലത്തെ ലൊക്കേഷൻ കേട്ടോ. നോക്കിയേ, എൻ്റെ മോനെ. ഇവിടെയൊക്കെ ഇതേപോലെയൊക്കെ ഉള്ള വഴികളിലല്ലേ ഇവർ കുതിരയിലൊക്കെ പോണത്, അതേപോലത്തെ ലൊക്കേഷനാണ്. നൈസായിട്ടുണ്ട് കേട്ടോ, പൊളി, വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് ദുഷ്ബാന്തെ എത്തിയിട്ട്
കാണാം കേട്ടോ. ദുഷ്മാന്ത് എത്തി, ഇനി കുറച്ച് സമയം കൂടി എടുക്കും. ഏകദേശം രാത്രിയാവാൻ ചാൻസ് ഉണ്ട് ദുഷ്മാന്ത് എത്താനായിട്ട്. പുള്ളി എടുത്തതാട്ടോ വിഷ്വല്, കാരണം ഞാൻ ബാക്കി ഇരിക്കുന്നുണ്ട് അങ്ങനെ എടുപ്പിച്ചത് കുറച്ച് വിഷ്വൽസ്. അടിപൊളിയല്ലേ ഗൈസ്? നമ്മളിതാ ദുഷാംബെ എത്തി. ദുഷാംബെ എത്തിയിട്ടില്ല, ഏകദേശം ഇവിടുന്ന് 9 കിലോമീറ്റർ ഇനിയുണ്ട് ദുഷാംബെ. പക്ഷേ പുള്ളി നമ്മളെ വഴിയിലിറക്കി വിടുവാണ്. വഴിയിലിറക്കി വിടുകയെന്ന് വെച്ചാൽ ഇവിടം വരെ ഉള്ളൂ, സിറ്റിയിലോട്ട് പോകത്തില്ല. അതെ ഇവിടെ സിറ്റി ഇപ്പോൾ ഇവിടെ വേറെ ടാക്സികളുണ്ടോ, ഇനി അടുത്ത ടാക്സി എടുക്കണം. ഇവിടെ മൊത്തം ചിലവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമാണിത്. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല, കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇതേ കാർഡാണുള്ളത്. അപ്പോൾ ATM പോയാൽ എനിക്ക് പൈസ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ എൻ്റെ സിറ്റിയിലോട്ട് ആക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ലഗേജ് എടുക്കുന്നില്ല, ബാക്കിയുള്ളവർ ലഗേജ് എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു 8 മണിയായി. 5.5 മണിക്കൂറോളം നീണ്ട യാത്രയായിരുന്നു. എന്താണെങ്കിലും വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. എന്തായാലും പുള്ളി എന്നെ അങ്ങോട്ട് ആക്കുമല്ലോ നോക്കട്ടെ. സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ആൾക്കാർ. ഹായ് ഹായ്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഒരു സിറ്റി ആയിട്ടുണ്ട്. 4 വരിപ്പാതയല്ല, 4 ട്രാക്കും മലയും കുന്നും ഒക്കെ കഴിഞ്ഞു. പക്ഷേ സ്നോഫോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്നോഫോളാണ്. ഇത് പൊടി ലൊക്കേഷൻ, ഒരു രക്ഷയില്ല. സ്നോഫോളിൻ്റെ ആംബിയൻസ് പൊളിയാണ് കേട്ടോ. എന്തായാലും എത്തിയിട്ടുണ്ട്. പുള്ളി എന്തായാലും എന്നെ അങ്ങോട്ട് ആക്കണം നോക്കട്ടെ. ഏറ്റവും മിഷൻ ബാങ്ക് Dushanbe Junction city. I want to go city. നീ എൻ്റെ പറഞ്ഞില്ലല്ലോ ഇങ്ങനെയാണെന്ന് അല്ലേ? പൈസ ഇല്ല. ബ്രോ ATM ബ്രോ. ഏതായാലും മതി. ഓൾറെഡി ടാക്സി Dushanbe city. Какой Dushanbe city? Ama burafa do mana ama burafko. Autobus bus station Dushanbe. Autobus Dushanbe. Autobus Dushanbe. 150 സോമി ആണ് കൊടുക്കുന്നത്. 150. എന്നിട്ട് വഴി ഇറക്കി വിടാനാണ് നമ്മൾ 150 കൊടുക്കുന്നത്. 150 സോമി. Есть кто-нибудь? ഇപ്പം നൈസിന് കമ്പനിയായി കേട്ടോ. നമ്മൾ കമ്പനിയായിട്ട് പുള്ളി തന്നെ ATM-ലോട്ട് ആക്കാം എന്നുള്ളൊരു ധാരണയിലെത്തി. നമ്മളിപ്പോൾ ATM-ലോട്ട് പോവാണ്. ഒരു ലൊക്കേഷൻ ഇട്ടു, കിട്ടി ഗൂഗിളിൽ. ATM-ലോട്ട് പോവാണ് കേട്ടോ. നൈസ് നമ്മൾ കമ്പനിയാക്കിയതാ. കാരണം ATM-ൽ പോകാതെ വേറെ ഓപ്ഷൻ ഇല്ല. പുള്ളിക്കല്ല എനിക്ക് കാശ് കൊടുക്കാൻ പറ്റൂല. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ, 2.7 കിലോമീറ്റർ. ഉസ്മ 1 മിനിറ്റ്. ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഈ ഒരു ATM ഒന്ന് നമ്മൾ കാശെടുത്ത് പുള്ളിക്ക് കൊടുത്തു കേട്ടോ. ഇതൊരു സൂപ്പർ മാർക്കറ്റിന് മുമ്പിലാണ് എത്തിയത്. അപ്പം ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്.